പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും ശത്രുക്കളെ ഭയപ്പെടുന്നവരാണ്. പല ആളുകളും പലതരത്തിലുള്ള വിഷമസന്ധിയിലായിരിക്കുന്നു. ആരാണ് എൻ്റെ യഥാർത്ഥ ശത്രു എന്ന് അറിയാതെ ജീവിക്കുന്നവരാണ്. പലപ്പോഴും നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിന് മറ്റൊരു ശത്രുവിനെ കണ്ടെത്താൻ ശ്രമിക്കും. ഒന്നുകിൽ നമ്മുടെ ജീവിത പരാജയത്തിന്, നമ്മുടെ പ്രശ്നത്തിന് കാരണം മറ്റൊരാളാണ് എന്ന് നമ്മൾ പഴിക്കും. സാഹചര്യങ്ങളെ പഴിക്കും, മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തി നമ്മുടെ കുറവുകൾക്ക് കാരണം കണ്ടെത്തി ആശ്വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കുമുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ മിക്കവാറും എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത പ്രശ്നത്തിന്, നമ്മുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാത്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും എന്ന് പറയുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത് എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വയം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും. ഒരു പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്ക് കഴിയില്ല എങ്കിലും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പോയാലെന്താ, ഈ വഴി പോയാലെന്താ, അങ്ങനെ ചെയ്താലെന്താ, ഇങ്ങനെ 100 കൂട്ടം ചിന്തകൾ കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ഭാരത്തിലാക്കുന്നു, നമ്മളെ തന്നെ നമ്മൾ പ്രയാസത്തിലാക്കുന്നു. എന്നിട്ട് നമ്മൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ സ്വയം പോകുന്നു. ഇനിയും സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ടാകുന്നത് 2 വഴികളാണ്. ഒന്ന്, നമ്മുടെ തലച്ചോറിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വഴികൾ ഉപയോഗിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. ഇതിന് നമ്മൾ റീസണിങ്ങും ലോജിക്കും ഒക്കെ ഉപയോഗിക്കും. കാര്യകാരണ സഹിതം ചിന്തിക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാകാം ഇങ്ങനെ ആയിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ആ പരാജയത്തിന് അല്ലെങ്കിൽ ആ കുറവിന് ഒരു പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പ്രശ്നപരിഹാരം കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് കൊണ്ടാണ്, നമ്മുടെ വികാരത്തെ കൊണ്ടാണ്, നമ്മുടെ വികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ അയാളോട് ദേഷ്യപ്പെടുന്ന ആൾ, അയ്യോ അയാൾ എന്നെ കളിയാക്കി, അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു, അയാൾ എന്നെ കൊച്ചാക്കി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചിന്തയിൽ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, ഒരുപക്ഷെ നമുക്ക് പക തോന്നും, നമുക്ക് അയാളെ അടിക്കണമെന്നൊക്കെ തോന്നും. എന്നാൽ ഇങ്ങനെ വികാരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ ആശ്രയിക്കും. അതൊരു പക്ഷേ നെഗറ്റീവായിരിക്കാം, ഒരു പക്ഷേ പോസിറ്റീവായിരിക്കാം. ഇങ്ങനെ നമ്മളുടെ വികാരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരാൾ എന്നോട് വഴക്കുണ്ടാക്കി, ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെടുന്ന സമയത്ത് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് തല്ലിപ്പൊട്ടിക്കുന്നു എന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കുക? ആ കാര്യം നമുക്ക് നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, 2 സഹോദരിമാരുണ്ടായിരുന്നു. 2 പേർക്കും കൂടെ ഒരു ഫോൺ കൊടുത്തിരുന്നു ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇവർ 2 പേരും ഫോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായിട്ട്
എന്ത് ചെയ്തു, അനിയത്തി വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞ് ചേട്ടത്തി ഈ ഫോൺ എടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു, അതങ്ങ് പൊട്ടിപ്പോയി. പിന്നീട് അതിൻ്റെ സ്ക്രീൻ ഒക്കെ പോയി, അത് അഴുക്കായി പോയി, ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായി. ആർക്ക് പോയി? 2 കൂട്ടർക്കും ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഇതാണ് ഇമോഷൻ കൊണ്ട് പ്രശ്നപരിഹാരത്തിന് നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്, നമ്മുടെ വികാരങ്ങളെ വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രശ്നത്തിനെ അവർ പരിഹരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്തത്, പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ അച്ഛനമ്മമാർ വരുമ്പം അവരോട് എന്ത് പറയും? ഫോണിന് ഇത്ര രൂപ പണം മുടക്കിയതാണ്, അത് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിൽ നിന്ന് അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കണ്ടത്, സാധാരണയായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഒന്നുകിൽ നമ്മുടെ തലച്ചോറ് കൊണ്ട്, നമ്മുടെ ലോജിക്ക് കൊണ്ട്, നമ്മുടെ റീസണിങ് കൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കും. രണ്ടാമതാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഇമോഷൻസ് കൊണ്ട്, നമ്മുടെ ഫീലിങ്സിനെ കൊണ്ട് ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകും, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കും. അത് നമ്മളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കടക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് എന്ത് ശരിയായ മാർഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത്? സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രശ്നപരിഹാര രീതി രണ്ടും നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ആത്മീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക? ആദ്യത്തെ രീതിയിൽ നമുക്ക് കാണാം, നമ്മൾ ഫീലിങ്സ് കൊണ്ടാണ് നമ്മളിതിനെ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, വചനം വായിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ തോന്നും പ്രശ്നം പരിഹരിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ തോന്നത്തില്ല. നമ്മൾ നമ്മുടേതായ വഴികൾ കണ്ടെത്തും പ്രശ്നം പരിഹരിക്കാനായിട്ട്. എന്നാൽ ഒരു ആത്മീയനായ വ്യക്തി, ബൈബിൾ വായിക്കുന്ന വ്യക്തി, ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ദൈവത്തിൻ്റെ സഹായം തേടും, ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കും. ദൈവമേ, എനിക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല, നിൻ്റെ സഹായം എനിക്ക് വേണം എന്ന് ദൈവത്തോട് പറയും. രണ്ടാമതായിട്ടൊരു രീതി, വീണ്ടും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആത്മീയനായ വ്യക്തിയും നമ്മുടെ കാര്യകാരണത്തെ, തലച്ചോറിനെ നമ്മൾ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, നിൻ്റെ സഹായം എനിക്ക് വേണം, എൻ്റെ സഹായം എനിക്ക് വേണമെന്ന് പറയുകയും ദൈവമേ, നിന്നെ കൂടാതെ എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരത്തിന് ദൈവത്തെ ആശ്രയിക്കുന്നതായി മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, ഒരു പ്രശ്നപരിഹാരത്തിന് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ വഴിയെ നേരെയാക്കും, ഞാൻ നിൻ്റെ വഴിയെ നേരെയാക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു വഴി പറഞ്ഞു തരും. നീ എങ്ങോട്ടാണ് തിരിയേണ്ടത്, ഇടത്തേക്കോ വലത്തേക്കോ തിരിയണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പാതകൾ നേരെയാക്കും, നമ്മുടെ പാതകൾ നേരെയാകും. പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യന് ഒരു വഴി കൊള്ളാവുന്നതായി തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ നാശകരമത്രേ എന്ന് സദൃശവാക്യങ്ങൾ പറയുന്നു. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണുന്നത് ഏത് രീതിയിലാണ്? നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണോ പ്രശ്നപരിഹാരം കാണുന്നത്, അതോ നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നത്? ഒരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നോക്കൂ. ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നാലും, നമ്മുടെ ജോലിയിടങ്ങളിലുള്ള മറ്റ് വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിടങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ നോക്കൂ. എന്തൊക്കെ ജീവിത ഭാഗം നമ്മൾ എടുത്താലും ഇവിടെയൊക്കെയും പ്രശ്നപരിഹാരത്തിന് നമ്മൾ ദൈവത്തിൻ്റെ വഴിയെ ആശ്രയിക്കണം. പകരം നമ്മൾ ബുദ്ധിയുടെ വഴിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്
ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ഇമോഷൻ്റെ പേരിലാണ് ഓരോ പ്രശ്നത്തെയും. അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അയാളോട് തിരിച്ചു പറയണം. അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറി, ഞാൻ അയാളോട് തിരിച്ച് എതിർത്തേ പറഞ്ഞുള്ളൂ. അയാളോട് രണ്ട് പറയാതിരിക്കുമ്പോൾ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരികയാണ് സഹോദരി എന്നൊക്കെ സാധാരണ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് വളരുന്നു. രണ്ട് പേര് തമ്മിൽ വഴക്കായി തീരാം, അല്ലെങ്കിൽ അതൊരു അടിവരെ എത്തിത്തീരാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ നശിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പ്രശ്നങ്ങൾ വളർന്നു പോകുന്നത് കാണാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ വഴികളെക്കുറിച്ച് നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമുക്കൊരു വഴി പറഞ്ഞു തരും. ആ വഴിയെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കാണും. ഒരു വ്യക്തി നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ വിചാരിക്കണം, അയാൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അത് സാരമുള്ള ഒരു കാര്യമല്ല, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ സഹിഷ്ണുതയും സ്നേഹവും നമ്മളെ കൊണ്ടെത്തിക്കും. ആ സമയത്ത് നമുക്ക് ശാന്തമായി പരിഹരിക്കാൻ പറ്റും. പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് വളരാതെ, മറ്റു വ്യക്തികളിലേക്ക് പകരാതെ, കുടുംബത്തിലെ മറ്റംഗങ്ങളെ കൂടെ ബാധിക്കാതെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിൽ. അതേസമയം നമ്മൾ തലച്ചോറ് കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ദൈവത്തിൽ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് ഒരു വഴി പറഞ്ഞു തരും. അവൻ നമുക്കൊരു ഡയറക്ഷൻ, ഒരു പാത കാണിച്ചു തരും. നമ്മുടെ പാതയെ നേരെയാക്കി തരും. നീ ഈ രീതിയിൽ പോയാൽ മതി, ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ശാന്തമായ ഒരു വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരം കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോടും പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സകല ഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനോട് പങ്കുവയ്ക്കണം. നമ്മൾ ആരോടും ഇന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കാറില്ല. ഉദാഹരണത്തിന്, ഒരു കുടുംബമായി നമ്മളിങ്ങനെ വാഹനത്തിൽ പോകുന്നു വിചാരിക്കുക. 2 വീലറിലും മറ്റോ യാത്ര പോകുമ്പോൾ നമ്മൾ ഇടിച്ചു വീഴുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് നിലവിളിക്കായിരിക്കും, രക്ഷിക്കണേ രക്ഷിക്കണേ. എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം എനിക്ക് തന്നെത്താനെ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടാൻ പറ്റുന്നില്ല, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്ന് കേൾപ്പിക്കാനാണ് നമ്മൾ ഈ കരയുന്നത്. അത് ഒരു അനൈച്ഛിക പ്രവർത്തനമായി നമ്മളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ മറ്റു മനുഷ്യരാരെങ്കിലും വന്ന് നമ്മളെ ആ വീണ ഭാഗത്തു നിന്ന് എടുത്ത് രക്ഷിച്ച് വണ്ടിയൊക്കെ നേരെ ആക്കി നിർത്തി സഹായിക്കും. പക്ഷേ പലപ്പോഴും നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ, വൈകാരികമായ പ്രശ്നങ്ങളിൽ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആരോടും സഹായം ചോദിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കും, ഇയാൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ആളുകൾ എന്നെക്കുറിച്ച് എന്താണ് കരുതുക എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ആരോടും പറയാതിരിക്കും. ഇങ്ങനെ പങ്കുവെക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആശങ്കകൾ, നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിലെ കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സ് ഒരു പ്രഷർ കുക്കറാക്കി നമ്മൾ മാറ്റുന്നു. അതിനുശേഷം അത് ഒരു നിമിഷം പൊട്ടിത്തെറിക്കുകയാണ്. ഒന്നുകിൽ കുഞ്ഞുങ്ങളുടെ നേരെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നേരെ, അല്ലെങ്കിൽ ഭാര്യയുടെ നേരെ, അല്ലെങ്കിൽ നമുക്കൊപ്പം ജീവിക്കുന്ന മറ്റാളുകളുടെ നേരെ നമ്മൾ കയർക്കുകയും അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും മുറിവേൽപ്പിക്കുകയും ജീവിതത്തെ പരസ്പരം ശപിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ വളരുകയും ജീവിതം തകർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ എല്ലാ വഴികളിലും എന്നെ നനച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഏതൊരു പ്രശ്നമായിക്കോട്ടെ, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത പ്രശ്നമാകട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ നിൻ്റെ എല്ലാ വഴികളിലും നനച്ചുകൊള്ളുക. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ ലോകത്തെ പരിപാലിക്കുകയും ഈ പ്രപഞ്ചഗോളത്തെ അതിൻ്റെ ഓർബിറ്റുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ദൈവം എനിക്കൊപ്പമുണ്ട്. ആ ദൈവത്തിൻ്റെ സഹായം എനിക്കുണ്ട്. ആ ദൈവം എൻ്റെ പാതയെ നേരെയാക്കി തരും. ആ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് വിശ്വസിച്ച് കർത്താവിനോട് നമ്മളെ പ്രശ്നങ്ങൾ പറയുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ
നമ്മുടെ ജീവിത വഴികളിൽ എപ്പോഴും അവനെ തിരിച്ചറിയുകയും കർത്താവായ യേശുക്രിസ്തുവിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ വഴി കാണിച്ചു തരും. നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ വഴിയിലേക്ക്, നേർവഴിയിലേക്ക്, സിയോനിലേക്ക് എത്തിച്ചേരുന്ന വഴിയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നയിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ശാന്തമായി പരിഹരിച്ച് നമ്മൾ സ്വയം പാനിക്കാകാതെ, സ്വയം നിന്ദിക്കാതെ, സ്വയം ആക്രമിക്കാതെ, സ്വയം ദണ്ണിപ്പിക്കാതെ, മറ്റുള്ളവരെ കൂടെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴച്ച് അവരെയും കൂടെ കുഴപ്പത്തിലാക്കാതെ ശാന്തമായി നമ്മുടെ ജീവിത പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന വഴി ഒരേ ഒരു കാര്യമാണ്. നിൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിൻ്റെ വഴിയിലാണ് എനിക്ക് ആശ്രയമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ വഴിയെ നേരെയാക്കി തരും, നമുക്ക് പുതിയൊരു ജീവിതം തരും, നമുക്ക് പുതിയൊരു വഴി കാണിച്ചു തരും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിപൂർണമായ നല്ല പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. മിക്കവാറും കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർ പ്രതികരിക്കുന്നതായി കാണാം, മാതാപിതാക്കളോട് പ്രതികരിക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ടു, മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ വാർത്ത നമ്മൾ കേട്ടു. അതേപോലെ തന്നെ TV റിമോട്ട് കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ കഥ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ സ്വയം നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇമോഷൻസ് കൊണ്ട് അവർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്? പകരം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അത് തരുന്നത് എൻ്റെ ജീവിതത്തെ നല്ലതാക്കി തീർക്കാനാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് എനിക്ക് ഏറ്റവും നല്ല മറ്റൊരു വഴി കാണിച്ചു തരും. അവൻ എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നൽകും. ദൈവത്തിന് എന്നെ വിനോദം നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞിന്, എല്ലാ വഴികളും കർത്താവിനെ നനയ്ക്കുന്ന കുഞ്ഞിന് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കുകയില്ല. അവർക്ക് ശാന്തമായി ജീവിതത്തെ നേരിടാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ ആത്മാവോടും കർത്താവായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനയ്ക്കുക, അവനെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ കർത്താവ് നമ്മുടെ പാതകളെ നേരെയാക്കും. അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നത്തിന് ശരിയായ അർത്ഥത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. എത്രയോ മനുഷ്യർക്ക് ഒരു ശരിയായ പ്രശ്നം കാണാനാകാതെ വിവാഹബന്ധങ്ങൾ വേർപെടുത്തി, സ്വയം ആക്രമിച്ച്, അടിയുണ്ടാക്കി, കുടുംബങ്ങൾ പിരിഞ്ഞ് എത്രയോ മനുഷ്യരാണ് ജീവിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, യേശു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ആർക്കും വേണ്ടെങ്കിലും, നിങ്ങളെ ആരും അന്വേഷിക്കുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവനോട് പറയുക. അവൻ കാതോർത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ചെവി ചായ്ച്ച് നിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവൻ തയ്യാറാണ്. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് പങ്കുവയ്ക്കുമെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ നമ്മൾ കർത്തവ്യത മൂഢനായി നിൽക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എനിക്ക് പറ്റുന്നില്ല, നിൻ്റെ സഹായം വേണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. അവൻ നമ്മുടെ ജീവിതത്തിനൊരു പുതിയ വഴി കാണിച്ചു തരും. നമ്മുടെ ഇടുങ്ങിയ പാതകളെ, നമ്മുടെ മുള്ളും പറക്കാരയുമുള്ള വഴികളെ, നമുക്ക് മുന്നോട്ട് നീങ്ങാൻ അറിയാത്ത വഴികളിൽ കർത്താവ് നമ്മളെ നേരെ നടത്തും, കൈ പിടിച്ച് നടത്തും. കുറുക്കു വഴികൾ തേടലല്ല, ശരിയായ പാതയിൽ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നേരെയാക്കാൻ പറ്റും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, തകർന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ നമുക്ക് നേരെയാക്കാൻ പറ്റും. നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ട്? നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ ഭാര്യയോട് സ്നേഹത്തോട് സംസാരിച്ചിട്ട്? നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വാത്സല്യത്തോടെ വാരി പുണർന്നിട്ട് എല്ലാവരോടും ഉള്ളിലൊരു
വെറുപ്പ് സൂക്ഷിച്ച് നിങ്ങൾ യാന്ത്രികമായി ജീവിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാനായിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും വസ്തുവകകളെ ആശ്രയിക്കുന്നോ? നിങ്ങൾ മറ്റെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് രീതികളെയാണോ ആശ്രയിക്കുന്നത്? നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് ജീവിത സമാധാനം കണ്ടെത്തണം, എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണം, എന്നെ സ്നേഹിക്കുന്ന വ്യക്തികളെ അംഗീകരിക്കാനും തിരിച്ചറിയാനും എന്നെ സഹായിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയൂ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സഹായമുണ്ട്. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ഇമോഷൻസ് കൊണ്ടല്ല, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ വഴിയിലൂടെ എൻ്റെ ജീവിതത്തിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. നീ എന്നെ നടത്തുന്ന ഏത് പാതയിലും ഞാൻ നടന്നുകൊള്ളാം. കൂരിരുൾ പാതയിലൂടെ നടക്കുമ്പോഴും നീ എനിക്ക് ഒപ്പമുണ്ടാകും. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു. നീ നടത്തുന്ന വഴിയിൽ, നീ കൊണ്ടുപോകുന്ന വഴിയിൽ ഞാൻ നടന്നുകൊള്ളാം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് സമ്മതിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകാൻ പോകുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നേരെയാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള നിങ്ങളുടെ വഴക്കുകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവന് നിങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കി തീർത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവിനെ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എല്ലാ വഴികളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുമെങ്കിൽ അവൻ നിങ്ങളുടെ പാതകളെ നേരെയാക്കും, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ ജീവിതം അടങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരികയാണ്. അതാണ് യേശു പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാകുന്നു വഴി. പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, നിത്യതയിലേക്ക്, ജീവിതത്തിലേക്ക്, സമൃദ്ധമായ ജീവിതത്തിലേക്കുള്ള വഴി ഞാനാകുന്നു. ആ വഴിയായ കർത്താവിനെ നമ്മുടെ എല്ലാ പാതകളിലും നമുക്ക് തിരിച്ചറിയാം. കർത്താവിൻ്റെ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. നിന്നെ അറിയാതെ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലായി പോയിട്ടുണ്ട്. എങ്ങനെ പരിഹരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല, എൻ്റെ ജീവിതം കൊണ്ടൊരർത്ഥവുമില്ല എന്നൊക്കെ ചിന്തിച്ച് ജീവിതം നഷ്ടപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവേ, നീ എൻ്റെ കൂട്ടുകാരനായി, നീ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ എല്ലാ വഴികളിലും നിന്നെ തിരിച്ചറിയുവാൻ, നിന്നിലൂടെ പരിഹാരം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എൻ്റെ ജീവിതത്തെ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങൊരു പരിഹാരമാകണമേ. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഈ സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പരിപാടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പകർന്നു കൊടുക്കുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.